ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും സധൈര്യം നേരിടണമെന്ന് വിദ്യാർത്ഥികളോട് പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് US സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാരീസിൽ നടക്കുന്ന AI ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. എയ്റോ ഇന്ത്യ 2025 വ്യോമാഭ്യാസ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ബംഗളൂരുവിൽ നിർവഹിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കിഫ്ബി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ISL ഫുട്ബോളിൽ ഒഡീഷ ഇന്ന് പഞ്ചാബ് FCയെ നേരിടും. വാർത്തകൾ വിശദമായി. ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും സധൈര്യം നേരിടണമെന്ന് പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്മർദ്ദം അതിജീവിച്ച് പരീക്ഷകൾക്കായി തയ്യാറെടുക്കണമെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു. പരീക്ഷാ തയ്യാറെടുപ്പ്, സമ്മർദ്ദം അതിജീവിക്കൽ, വ്യക്തിഗത വികാസം എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും അധ്യാപകരുമായും ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. बैट्समैन उस प्रेशर की परवाह नहीं करता. उसका पूरा ध्यान उस बॉल पे होता है. अगर आप भी इस प्रेशर को मन में न लेते हुए अपना ध्यान, आज मैंने इतना पढ़ना तय किया, ये अगर कर लेते हैं, आप आराम से उस प्रेशर में से भी अपने आप को दिखा सकते. പഠനത്തിൽ അറിവ് ആർജിക്കുന്നതിനോടൊപ്പം ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും ഏറെ പ്രാധാന്യമുണ്ട്. പോഷകാഹാരം, ശരിയായ ഉറക്കം തുടങ്ങിയവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യരുതെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. പുതുക്കിയ ഘടനയിൽ 8 ഭാഗങ്ങളായാണ് ഇത്തവണ പരീക്ഷാ പേ ചർച്ച സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാൻ 36 വിദ്യാർത്ഥികൾക്കാണ് അവസരം ലഭിച്ചത്. സ്കൂളുകളിൽ പരിപാടിയുടെ തത്സമയ പ്രദർശനവും ഒരുക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര, സാമ്പത്തിക, സാങ്കേതിക പങ്കാളിത്തം മെച്ചപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് സന്ദർശനം. പാരീസിൽ നടക്കുന്ന 3 ദിവസത്തെ AI ഉച്ചകോടിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം ശ്രീ മോദി ഇന്ന് സംയുക്ത അധ്യക്ഷത വഹിക്കും. 100 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗത്തിലെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ, ഉത്തരവാദിത്തത്തോടെയുള്ള AI ഉപയോഗം എന്നിവ സംബന്ധിച്ച നിർണായക ചർച്ചകൾ നടക്കും. മാർസേയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും ശ്രീ നരേന്ദ്രമോദി നിർവഹിക്കും. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി ശ്രീ മോദി മറ്റന്നാൾ അമേരിക്കയിലെത്തും. നിർണായക ചർച്ചകളും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. മെച്ചപ്പെട്ട ലോകക്രമത്തിനായി പ്രവർത്തിക്കാൻ ശക്തമായ രാജ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 15ാമത് എയ്റോ ഇന്ത്യ 2025 വ്യോമാഭ്യാസ പ്രദർശനം ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര അനിശ്ചിതാവസ്ഥകൾക്കിടയിലും സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടിയാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധശേഷി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള വേദിയാണ് എയ്റോ ഇന്ത്യയെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. Theme of Aero India is the runway to a billion opportunities. I believe that there cannot be a more suitable theme than this. It tells us that in our country of a billion plus people, personifying a billion opportunities, this Aero Show can be nothing less than that. Aero India has many objectives. The first important objective of Aero India is to showcase not only our industrial capability, but also our technological advancement to the entire world. ഏഷ്യയിലെ ഏറ്റവും വലിയ എയ്റോ ഷോയായ എയ്റോ ഇന്ത്യ ഈ മാസം 14 വരെ യലഹങ്കയിലെ വ്യോമത്താവളത്തിലാണ് നടക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം, പ്രചണ്ഡ ഹെലികോപ്റ്റർ തുടങ്ങിയവ വ്യോമാഭ്യാസ പ്രദർശനത്തിന്റെ ഭാഗമാവും. എയ്റോ ഇന്ത്യയോടനുബന്ധിച്ച് നടക്കുന്ന പ്രതിരോധ മന്ത്രിമാരുടെ കോൺക്ലേവിൽ 30 രാജ്യങ്ങൾ പങ്കെടുക്കും. 43 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമസേനാ മേധാവിമാരും എയ്റോ ഇന്ത്യയുടെ ഭാഗമാവും. ശതകോടി അവസരങ്ങളിലേക്കുള്ള റൺവേ എന്നതാണ് ഇത്തവണത്തെ എയ്റോ ഷോയുടെ പ്രമേയം. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രദർശനം കാണാൻ അവസരമുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ ഇരുസഭകളിലും ഇന്ന് നടക്കും. സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ 12 കോടി ശൌചാലയങ്ങൾ നിർമ്മിച്ചത് 3 ലക്ഷം കുട്ടികളെ സംരക്ഷിക്കാൻ സഹായിച്ചതായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീൽ. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്താനും പദ്ധതി സഹായിച്ചു. രാജ്യത്തെ 5 ലക്ഷം ഗ്രാമങ്ങളെ വെളിയിട വിസർജന
രഹിതമാക്കാൻ ദൌത്യം സഹായിച്ചതായും അദ്ദേഹം രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കിഫ്ബിയുടെ പ്രവർത്തനം താളം തെറ്റിയതായി ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് റോജി M. ജോണാണ് നോട്ടീസ് നൽകിയത്. കിഫ്ബി പരാജയപ്പെട്ട മാതൃകയാണെന്നും ഇതിലൂടെയുള്ള നിരവധി പദ്ധതികൾ മുടങ്ങിക്കിടക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ കിഫ്ബി പ്രവർത്തനങ്ങളെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. 18,423 കോടി രൂപയുടെ പദ്ധതികൾ ഇതിനകം കിഫ്ബി വഴി പൂർത്തിയാക്കിയതായും 140 മണ്ഡലങ്ങളിലും ഇതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനം പൂർത്തീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ബജറ്റിന്മേലുള്ള ചർച്ചകൾ നിയമസഭയിൽ ഇന്ന് നടക്കും. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് രാഷ്ട്രപതി ദ്രൌപതി മുർമു. പ്രയാഗ്രാജിലെത്തിയ രാഷ്ട്രപതി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ രാഷ്ട്രപതിക്കൊപ്പമുണ്ടായിരുന്നു. ത്രിവേണി സംഗമത്തിൽ ബോട്ട് യാത്ര നടത്തിയ രാഷ്ട്രപതി പ്രയാഗ്രാജിലെ ഹനുമാൻ ക്ഷേത്രം, അക്ഷയ്വഡ് എന്നിവിടങ്ങളും സന്ദർശിച്ചു. ഡിജിറ്റൽ മഹാകുംഭ് എക്സ്പീരിയൻസ് സെന്ററിലെത്തി മഹാകുംഭമേളയും ശ്രീമതി മുർമു വീക്ഷിച്ചു. മാഘി പൂർണിമ സ്നാനത്തിന് മുന്നോടിയായി പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിലെ ക്രമീകരണങ്ങൾ വിലയിരുത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഹാകുംഭമേളയോടനുബന്ധിച്ച് മേഖലയിലെ 8 റെയിൽവേ സ്റ്റേഷനുകളിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. 1 ലക്ഷം കോടി രൂപയുടെ ഐഫോൺ കയറ്റുമതി എന്ന നേട്ടം ഈ സാമ്പത്തിക വർഷത്തിൽ ആദ്യമായി ഇന്ത്യ കൈവരിച്ചതായി മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര സർക്കാരിന്റെ ഉൽപാദനാധിഷ്ഠിത പാരിതോഷിക പദ്ധതിയിലൂടെയാണ് ഇത് സാധ്യമായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത സാമ്പത്തിക വർഷം സ്മാർട്ട് ഫോൺ കയറ്റുമതി 2.25 ലക്ഷം കോടി രൂപ കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ ഇന്നലെ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ എണ്ണം 31ആയി. എല്ലാ മൃതദേഹങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും വീരമൃത്യു വരിച്ചു. ഇന്ന് ദേശീയ വിരവിമുക്ത ദിനം. കുട്ടികളിൽ വിളർച്ച, പോഷകാഹാരക്കുറവ് തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന വിരബാധയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. 1 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിലാണ് വിരബാധയ്ക്കുള്ള കൂടുതൽ സാധ്യത. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള അംഗനവാടികളിലും സ്കൂളുകളും കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് 1ാം സ്ഥാനത്ത് തുടരുന്നു. കർണാടക 2ാമതും മഹാരാഷ്ട്ര 3ാമതുമാണ്. 41 മെഡലുകളുമായി കേരളം 9ാം സ്ഥാനത്താണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 674 പോയിന്റ് ഇടിഞ്ഞ് 77,185-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 211 പോയിന്റ് നഷ്ടത്തിൽ 23,348-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 280 രൂപ വർദ്ധിച്ച് 63,840 രൂപയും ഗ്രാമിന് 7,980 രൂപയുമാണ് ഇന്നത്തെ വില. നിലവിലുള്ള ലോഹ തീരുവകൾക്ക് പുറമെ അമേരിക്കയിലേക്കുള്ള എല്ലാ സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതികൾക്കും 25% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡ, ബ്രസീൽ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കയിലേക്ക് ഉരുക്കും അലൂമിനിയവും ഏറ്റവുമധികം ഇറക്കുമതി ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും സധൈര്യം നേരിടണമെന്ന് വിദ്യാർത്ഥികളോട് പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് US സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാരീസിൽ നടക്കുന്ന AI ഉച്ചകോടിയിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. 15ാമത് എയ്റോ ഇന്ത്യ 2025 വ്യോമാഭ്യാസ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ബംഗളൂരുവിൽ നിർവഹിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കിഫ്ബി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ISL ഫുട്ബോളിൽ ഒഡീഷ ഇന്ന് പഞ്ചാബ് FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.